ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഉണക്കച്ചക്കയാണ്. ഉണക്കച്ചക്ക നല്ലപോലെ വാഷ് ചെയ്ത് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ ചക്കയൊക്കെ ഇവിടെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വാരി കുക്കറിലേക്ക് മാറ്റാം. എന്നിട്ട് ചക്ക വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ചക്ക നല്ലപോലെ വേവിച്ചെടുക്കുക. ചക്ക വേവുന്ന ടൈമിൽ നമുക്കിതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നമ്മുടെ എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക്, 4-5 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്യണതാണ് നല്ലത്. എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു ചെറിയ കഷ്ണം സവോള ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ചെറുതായി ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ ചക്ക ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അരപ്പൊക്കെ നല്ലപോലെ ചക്കയിൽ മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചക്ക അരപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കടുക് വറുത്തൊഴിക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ ഇത് നമുക്ക് ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ട്